السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു നൽകുമാറാവട്ടെ. നമ്മൾ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, നമ്മുടെ നാട്ടിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് അവർക്കും നമുക്കും ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ഷരീഫ് ഗുണമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ഇൽമു പറയൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇൽമ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാലും കേട്ടാലും തീരാത്ത വലിയൊരു ബഹറാണല്ലോ ഇൽമ്. നമ്മൾ ഒരു കൊല്ലം പറഞ്ഞാലും 2 കൊല്ലം പറഞ്ഞാലും ഇൽമിൻ്റെ ഒരംശം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരംശം പോലും നമ്മൾ കേട്ടിട്ടുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് നൽകുന്ന പ്രായം മുഴുവനും അവൻ ഇൽമു പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അവൻ ഒരുങ്ങിയാൽ, ഒരു സൂചി കൊണ്ട് ബഹറിൽ കുത്തുമ്പോൾ ആ സൂചിൻ്റെ തലപ്പത്ത് എത്ര വെള്ളമാണോ വരുന്നതെങ്കിൽ അത്രമേ ഇൽമ് അവന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ബഹറിൽ എത്ര വെള്ളമാണ് അവശേഷിക്കുന്നത്, അത്രയും വലിയ ഇൽമിൻ്റെ ബഹറ് ബാക്കിയാണ്. അപ്പം നമ്മൾ ഇൽമ് പറയണം, അത് കേൾക്കണം, അത് വലിയ കൂലിയുള്ള കാര്യം കൂടിയാണ്. നമ്മൾ സാധാരണ റമളാനിൻ്റെ മുന്നോടിയായി വലിയ ക്ലാസ്സുകളും വഅദുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ. റമളാനിൽ നമ്മൾ റമളാൻ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ടും റമളാനിൽ പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകളും നടത്താറുണ്ട്. അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈ വർഷം അതൊന്നും നമുക്ക് നടത്താൻ സാധിക്കാതെ വന്നു. അല്ലാഹു തആല അടുത്ത വർഷമെങ്കിലും സന്തോഷത്തോടെ റാഹത്തോടെ നമുക്കത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ഇൽമ് പറയാറുണ്ട്. 10 വർഷത്തോളമായി 10ാമത്തെ വർഷമാണ് വിനീതനായ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ തുടങ്ങി വെച്ച റമളാൻ ക്ലാസ്. റമളാൻ 2നോ അല്ലെങ്കിൽ 3നോ തുടങ്ങിയിട്ട് 25 രാവോടുകൂടെ അവസാനിപ്പിക്കുന്നൊരു സംരംഭമായിരുന്നു. അവിടെ വലിയ ഹോള് ബുക്ക് ചെയ്ത് അവിടെ വെച്ചാണ് പരിപാടി. വളരെ വിപുലമായി തന്നെ കണ്ടമാനം സഹോദരന്മാരും പങ്കെടുത്ത് നല്ലൊരു പരിപാടി നടത്തി വരാറുണ്ട്. അതും അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത്. ഈ നമ്മുടെ ചെമ്മലശ്ശേരി മഹല്ല് നിവാസികളും നമ്മൾ നടത്താറുള്ള ക്ലാസ്സും അവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ക്ലാസ് കേൾപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചുരുക്കി വിഷയത്തിലേക്ക് വരികയാണ്. പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ നമുക്ക് ഇൽമു പറയൽ ഏറ്റവും പ്രധാനമുള്ളൊരു അമലാണ്. റമളാൻ അല്ലാത്തപ്പോഴും ഇൽമു പറയുന്നതിന് കൂലിയുണ്ട്. പക്ഷേ റമളാൻ ഷരീഫിൽ നമ്മൾ ഇൽമു പറഞ്ഞാൽ അവനിക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ ആരെങ്കിലും ഇൽമു പറയുന്നത് കേൾക്കാൻ വേണ്ടി അവൻ നടന്നുപോയാൽ അവനിക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം അവൻ്റെ ഓരോ കാലടികൾക്ക് പകരം അവൻ്റെ സകല ദോഷങ്ങളും അല്ലാഹു പൊറുത്തു കളയുന്നു. അവൻ്റെ ദറജകളെ അവൻ ഉയർത്തിക്കൊടുക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഇൽമു പറയുന്നത് റമളാൻ മാസത്തിൽ വളരെ മഹത്വമുള്ളതാണ്.
റമദാൻ മാസത്തിൽ ഇൽമു പറയലും അത് കേൾക്കലും വലിയ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആലിമീങ്ങളും എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരും മഹല്ല് നിവാസികളൊക്കെ പരിശുദ്ധമായ ഇൽമിനെ പറയാൻ റമദാൻ ശരീഫിൽ പ്രത്യേകം തിരഞ്ഞെടുക്കാറുള്ളത്. അള്ളാഹു നമുക്ക് അതിന് പ്രതിഫലം നൽകുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാറ്റിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അത് ജമ്മും കസുറുമാക്കാം. അഥവാ ഉറക്കത്തിൽപ്പെട്ടവൻ അവൻ ഉറങ്ങിപ്പോയി നിസ്കരിക്കാൻ എണീറ്റില്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ അത് നിസ്കരിച്ചാൽ മതി എന്നതുപോലെ ഓരോന്നിനും ഒരു വിടുതികളും അതിനൊരു പ്രതിവിധിയും ഒക്കെ ഇസ്ലാമിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നേർക്കുനേർ മജ്‌ലിസിലിരുന്ന് ഇൽമു കേൾക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വഴി നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് സാധാരണ ഇൽമിന്റെ മജ്‌ലിസിൽ നിയ്യത്ത് വെച്ചിരുന്നാൽ കിട്ടുന്നത് പോലെ കൂലി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ സമയം അത് കണക്കിലെടുത്ത് നമ്മൾ ഇൽമു കേൾക്കാൻ വേണ്ടി നിങ്ങളെ കയ്യിലോ നിങ്ങളെ മക്കളിലോ ഉള്ള മൊബൈലുകൾ ഉപയോഗപ്പെടുത്തി ഇത് ഞങ്ങൾക്കുള്ളൊരു ആവശ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി എത്ര സമയങ്ങളാണ് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ച് സമയം കളയുന്നുവെങ്കിൽ അതുപോലെ ഒരു സമയമല്ല നമ്മുടെ ജീവിതത്തിൽ എണ്ണപ്പെട്ട നമുക്ക് വലിയ പ്രതിഫലം നൽകപ്പെടുന്ന സമയമാണ് ഞാനും നിങ്ങളും ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ആദ്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണ വഅ്ള് കേൾക്കാൻ സദസ്സുകൾ വന്നിരിക്കും പോലെ തന്നെ വലിയ ബഹുമാനത്തോടെ ഇൽമു കേൾക്കുക എന്ന നിയ്യത്തോടു കൂടെ നമ്മൾ ഇരിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന ഏതൊക്കെ വീടുകളുണ്ടോ ആ വീടുകളിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് പല കാര്യങ്ങളും ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന വിഷയം, ഇന്ന് റമദാൻ 3 റമദാൻ എന്ന് പറയുമ്പോൾ വെറും ഒരു നോമ്പനുഷ്ഠിക്കൽ കൊണ്ട് മാത്രം അല്ലാഹു തആല മതിയാക്കുന്ന ഒരു മാസമല്ല. റമദാൻ ശരീഫിൽ വലിയ മഹത്വങ്ങളും വലിയ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. റമദാൻ വലിയ മഹത്വങ്ങളുമുണ്ട്. ഇന്നത്തെ ദിവസത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ വഫാത്തായത്. ഈ റമദാനിന്റെ തുടക്കത്തിൽ വല്ല ദീനിയായ വല്ല മസലകളും ചർച്ച ചെയ്യേണ്ടതല്ലേ? ഫാത്തിമ ബീവിന്റെ ചരിത്രം പറഞ്ഞ് അത് സമയം കളയേണ്ടതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് അബദ്ധമാണ്, അത് തെറ്റാണ്. കാരണം നമുക്ക് ഈമാൻ അതാണല്ലോ ആദ്യം ആവശ്യമുള്ളത്. മഹാനായ വളരെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹ് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു തആല കാലത്തെ തന്നെ പിടിച്ച് സത്യം ചെയ്ത്, അതല്ല അശ്ർ നമസ്കാരത്തിന് സത്യം എന്ന് പറഞ്ഞ് അല്ലാഹു തആല പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, എല്ലാവരും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗം ആരാണ്? ഇല്ലല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾ ഒഴിച്ച്. വഅമിലു സ്വാലിഹാത്തി, സൽക്രമങ്ങൾ ചെയ്യുന്നവരായ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും പരാജയപ്പെട്ടവരാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പറയുന്നത് ആ രക്ഷപ്പെടുന്ന വിഭാഗത്തിന്റെ 3 വിശേഷണങ്ങളാ പറഞ്ഞത്. ഒന്ന് ഈമാൻ, ഒന്ന് അമലു സ്വാലിഹാത്ത് ചെല്ലുക, മറ്റൊന്ന് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നല്ല കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുകയും അത് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം. അപ്പൊ ഈ 3 വിശേഷണങ്ങളിൽ നിന്ന് ആദ്യം അല്ലാഹ് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉള്ള ആളുകൾ ഒഴിച്ച്. അപ്പൊ നമ്മുടെ ഈമാനാണ് എല്ലാ കർമ്മങ്ങളുടെയും അടിത്തറ. ഈമാനില്ലാതെ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും നമ്മൾ അമലുകൾ അല്ലാഹ് സ്വീകരിക്കൂല. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ തറ ഫൗണ്ടേഷൻ നമ്മൾ വളരെ ശക്തമായ രൂപത്തിൽ നിർമ്മിക്കും പോലെ നമ്മളെ ഈമാൻ ഉണ്ടായെങ്കിലേ അതിൻ്റെ മുകളിൽ നമ്മൾ അമല് ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈമാനാണല്ലോ ആദ്യം വേണ്ടത്.
ഈമാനിന്റെ ഒരു ഭാഗമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മറ്റൊരു ഭാഗമാണ്. അവ രണ്ട് ഭാഗമാണ് ഈമാനിന്റെ രണ്ട് ഭാഗം. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, ഒന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചാൽ മതിയല്ലോ, നമുക്കൊരു ഇലാഹ് മതിയല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇലാഹായ റബ്ബിലേക്ക് മാത്രം അർപ്പിച്ചാൽ മതിയല്ലോ എന്നൊക്കെ നമ്മൾ പലവട്ടം പറയാറുണ്ട്. ഇലാഹ് എന്ന നിലക്ക് പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹി നമുക്കില്ല. എല്ലാറ്റിനും കഴിവുള്ളവൻ നമുക്ക് നൽകുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും നമ്മുടെ ഇബാദത്ത് കൊടുക്കാനും പാടില്ല. അതേസമയം അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കി തരാനും അല്ലാഹു തആല നിശ്ചയിച്ച ദൂതനാണ്, അബ്ദാണ്, അടിമയാണ്, പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ പല രൂപത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഹബീബാ നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ആ ഹബീബാ നബി തങ്ങളോടുള്ള ഹുബ്ബ്, അവിടത്തെ പറ്റിയുള്ള അറിവ് നമ്മുടെ ഈമാനിൽ പെട്ടതാണ്. ആ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ ഹബീബാ നബി തങ്ങളോടുള്ള ഹുബ്ബ് വേണം. നമ്മൾ റബീഉൽ അവ്വൽ മാസങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ സാധാരണ ഓതിക്കേൾക്കുന്ന ചില ഹദീസുകളുണ്ട്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നില്ല, യഥാർത്ഥ മുഅ്മിനാകുന്നില്ല. അവനിലേക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആകുന്നത് വരെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, സമ്പത്തിനേക്കാൾ, അവന്റെ അധികാരത്തിൽപ്പെട്ടതും അവന്റെ കൈവശമുള്ള എന്തെല്ലാം അവനിക്കുണ്ടോ അതിനേക്കാൾ മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ടവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സ്നേഹിക്കുക എന്നാൽ നബി തങ്ങളെ മാത്രം നമ്മൾ സ്നേഹിക്കലല്ല. അപ്പൊ നബി തങ്ങളെ കുടുംബങ്ങളെ പറയേണ്ടി വരും, നബി തങ്ങൾ അഹ്ലു ബൈത്തിനെ വിശദീകരിക്കേണ്ടി വരും, നബി തങ്ങളുടെ ഭാര്യമാരെ പറ്റി പഠിക്കേണ്ടി വരും, നബി തങ്ങളെ മക്കളെ പറ്റി പഠിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ ഹുബ്ബിൽ പെട്ടതാ. അങ്ങനെ വരുമ്പോൾ അതെല്ലാം അറിയൽ നമുക്ക് നിർബന്ധമായതാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കൽ കൊണ്ട് മാത്രം നബി തങ്ങളെ പറ്റി പഠിക്കൽ പൂർത്തിയായില്ല, നബി തങ്ങളെ സ്നേഹിക്കൽ പൂർത്തിയായില്ല. മഹാനാ നബി തങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കൽ എന്നെ സ്നേഹിക്കല. എൻ്റെ സ്നേഹം നിങ്ങൾക്ക് പൂർത്തിയാകണമെങ്കിൽ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം. എന്നെ നിങ്ങൾ സ്നേഹിച്ചു, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ നിങ്ങൾ മക്കളോട് ദേഷ്യം വെച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇന്നിവിടെ, ഞാൻ എൻ്റെ റമളാൻ ക്ലാസ് തുടക്കം തന്നെ മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോള്, കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച ബീബി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ, ആ മഹദിയുടെ മഹത്വങ്ങൾ ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആരായിരുന്നു ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ? നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ പറ്റി നമ്മൾ അറിയണം. നബി തങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്, എത്ര മക്കളുണ്ടായിരുന്നു, ഏതൊക്കെ മക്കളാണ്, എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു, പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഫാത്തിമ ബീവിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ മക്കളിലേക്ക് ചെറിയൊരു തിരുനോട്ടം ഞാനൊന്ന് നോക്കുകയാണ്. ആ മക്കളെ പറ്റി ഒന്ന് വിവരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളാണല്ലോ ഉള്ളത്. അതിൽ 3 മക്കൾ ആൺമക്കളും 4 മക്കൾ പെൺമക്കളുമാണ്. അതിൽ നിന്ന് ആൺമക്കളെല്ലാം ചെറുപ്പകാലത്ത് തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. എല്ലാ ആൺമക്കൾ അഥവാ അബ്ദുള്ള എന്ന് പറയുന്ന മോനും ഖാസിം എന്ന് പറയുന്ന മോനും അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന മോനും, ഈ 3 ആൺമക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഖാസിം എന്ന മോനാണ് ആദ്യം പിറന്നത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് അബുൽ ഖാസിം എന്ന സ്ഥാനപ്പേര് വരാനുള്ള കാരണം. ഈ മക്കളിൽ നിന്ന് 6 മക്കൾ അഥവാ ഇബ്രാഹിം എന്ന മകനല്ലാത്ത, ഇബ്രാഹിം എന്ന മോനല്ലാത്ത ബാക്കിയുള്ള 6 മക്കളും ബീവി ഖദീജത്ത് റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ജനിച്ചത്. 4 പെൺമക്കൾ ഏതൊക്കെയാണത്? ഒന്ന് സൈനബ് റളിയല്ലാഹു അൻഹ,
രണ്ടാമത് റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹ, മൂന്നാമത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, നാലാമത് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 4 പെൺമക്കളാണ്. 3 ആൺമക്കളും 4 പെൺമക്കളുമാണ്. ഈ 4 പെൺമക്കളിൽ നിന്നും 3 ആൺമക്കൾ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. 4 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷമാണ് മരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മക്കൾ മുഴുവനും വഫാത്തായിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായത് കൊണ്ടാണല്ലോ ഖുറൈശികളിൽ നിന്ന് പല ആളുകളും നബി തങ്ങളെ പരിഹസിച്ചുകൊണ്ട് നബി തങ്ങളുടെ കുടുംബ പാരമ്പര്യം മുറിഞ്ഞുപോയി. എന്നാൽ പഴയ കാലങ്ങളിലും ഇപ്പോഴും നമ്മുടെ പാരമ്പര്യം നിലനിൽക്കുക എന്ന് പറയുന്നത് ആൺമക്കളിലൂടെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കുന്നത് നമ്മളോട് താരതമ്യപ്പെടുത്തിയിട്ടല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളൊക്കെ മരിച്ചുപോയപ്പോ അവിടുന്ന് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. നബി തങ്ങളെ വിഷമിച്ചു. നബി തങ്ങളോട് അവര് പറയാണ്, നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഹുവ അബ്തറു, ആ പോകുന്നവൻ അബ്തറാണ്, അഥവാ കുടുംബ പാരമ്പര്യം മുറിഞ്ഞവനാണ്. സ്മരിക്കാന് പരിചയന്റെ തറവാടിന്റെ മഹത്വം നിലനിർത്താന് ഒരാൺകുഞ്ഞു പോലും ഇല്ലാത്ത ആളാണ് എന്നർത്ഥം വരുന്ന രൂപത്തിൽ അവര് പരിഹസിക്കാൻ തുടങ്ങിയപ്പോ വല്ലാതെ വിഷമം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമം കണ്ടറിഞ്ഞ പടച്ച റബ്ബ് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ അടുക്കൽ അല്ലാഹു അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ, നിങ്ങളല്ല അബ്തർ, നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് പറയുമ്പോൾ ഇതിന് വലിയ വ്യാഖ്യാനങ്ങൾ പല മുഫസ്സിരീങ്ങളും നൽകിയിട്ടുണ്ട്. അതിനൊരർത്ഥമാണ് അധികമുള്ള അനുഗ്രഹങ്ങൾ നബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വേറൊരർത്ഥമാണ് ഹൗദുൽ കൗസർ നബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വേറൊരർത്ഥമാണ് നബി തങ്ങളുടെ പാരമ്പര്യം നിലനിർത്താൻ കണ്ടമാനം ആളുകളെ ഞാൻ നൽകിയിട്ടുണ്ട്, അഥവാ അഹ്ലി ബൈത്ത്. ഇങ്ങനെ തുടങ്ങി പല അർത്ഥങ്ങളും അതിനുണ്ട്, മഹാന്മാർ വിശദീകരിക്കുന്നു. ഏതായാലും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നത് അവിടുത്തെ അഹ്ലു ബൈത്തിനെ കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം, ഇന്നി താരിക്കും ഫീകും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു ബഅദി അഹദുമാ അഅ്ലമു മിനൽ ആഖരി കിതാബുല്ലാഹി ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർദ് വഇത്തുറത്തി അഹ്ല ബൈതി വലൻ യതഫറഖാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഞാൻ 2 കാര്യം ഉപേക്ഷിച്ചാണ് പോകുന്നത്. നിങ്ങളിൽ ഞാൻ 2 കാര്യം മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് അല്ലാഹു തആലയുടെ കലാമാകുന്ന ഖുർആൻ, രണ്ടാമതായി എൻ്റെ ഇത്റത്ത് അഥവാ എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് കുടുംബം ലോകത്തിന് മാതൃകയാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്, ഏതാണ് അഹ്ലുൽ ബൈത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ മഹദിയാകുന്ന ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ മക്കളാകുന്ന ഹസൻ ഹുസൈന റളിയല്ലാഹു അൻഹുമ തങ്ങളെ വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലായി അഹ്ലി ബൈതി, അല്ലാഹുമ്മ ഹൗലായി അഹ്ലി ബൈതി. അല്ലാഹുവേ, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്, ഇതാണ് എൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് അത് നമുക്ക് അല്ലാഹു തആല തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ച ഒരു കാര്യമാണ്. ഇവരെ നമ്മൾ കൈയൊഴിയാൻ പാടില്ല. ഏത് രംഗങ്ങളിലും എപ്പോഴും അവരെ നമ്മൾ കൈയൊഴിയാതെ അവരെ നമ്മൾ പിടിച്ച് പിൻപറ്റിപ്പോരണം.
അതുകൊണ്ടാണ് അഹ്ലുൽ ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ആ വിഷയത്തിൽ കുറേ പ്രതിപാദിക്കാനുണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ചുരുക്കി വരുന്നത്, എന്തിനാണ് ഇത് പറയേണ്ടി വന്നത്? ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, ആ മഹദിയെ സംബന്ധിച്ചുള്ള നമ്മൾ അറിവാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ആ മഹദിയുടെ വരവിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഉണർത്തൽ മാത്രം ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, അങ്ങനെ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ തങ്ങള് വളരെ ചുരുങ്ങിയ കാലമാണ് ജീവിച്ചത്. മഹാദേവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ തങ്ങളെ അല്ലാഹു തആല വിവാഹം കഴിക്കാൻ തെരഞ്ഞെടുത്ത ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോൾ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ സാധാരണ വലിത പോലെയല്ല. അതൊരു ഫാത്തിമയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതല്ല. ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു കാണാം, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമയെ ആരെങ്കിലും സ്നേഹിച്ചാൽ എന്നെ അവൻ സ്നേഹിച്ചു, ഫാത്തിമയോട് ആരെങ്കിലും ദേഷ്യം വെച്ചാൽ എന്നോട് അവൻ ദേഷ്യം വെച്ചവനായി. അപ്പൊ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്. അത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കളിൽ നിന്ന് വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന മോള് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയാണല്ലോ. അതിനുള്ള കാരണം അത് മാത്രമല്ല, ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയുടെ സ്വഭാവവും അവിടുത്തെ പ്രകൃതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പോലെയാണ്, അവിടുത്തെ പ്രകൃതി പോലെയാണ്. അതല്ലേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഇടയ്ക്കിടെ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മോളെ, നീ എല്ലാ സമയത്തും ഇടയ്ക്കൊന്ന് എന്റെ വീട്ടിലേക്ക് വരണം. നിങ്ങൾ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ നടത്തം കണ്ടാൽ നിങ്ങളെ വാപ്പയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കും പോലെയാണ്. അവിടുത്തെ മുഖം കണ്ടാൽ, അവിടുത്തെ മറ്റുള്ള ശൈലികളെല്ലാം കാണുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നത് നിങ്ങളെ പിതാവിനെ കാണും പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരണമെന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ നോക്കണം, അപ്പോൾ സാധാരണ ഒരു ഫാത്തിമയല്ല. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? തികച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പോലത്തെ സ്വഭാവമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ സ്നേഹം കാണിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വളരെ ബഹുമാനിച്ച സ്നേഹിച്ച ഒരു വനിതയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ദുനിയാവിലുള്ള സ്ത്രീകൾക്ക് മുഴുവനും നേതാവായ മാതൃകാദർശിനിയായ മഹദിയാണ് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. നമ്മുടെ വിവാഹ ചടങ്ങുകളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബികുമാ കമാ അല്ലഫ്ത ബൈന നബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന അസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വകമാ അല്ലഫ്ത ബൈന അലിയും വസൗജതിഹി ഫാത്തിമത്ത റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഫവല്ലാഹി മാ അഗ്ലബ്തുഹാ ولا أكرهتها بعد ذلك لا أمضي حتى قبلها الله تعالى إلي ولا أغلبتني ولا حسبت لي أمضا. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ റസൂലുള്ളാഹി തങ്ങളെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നെ ഒരിക്കലും ദേഷ്യം വെപ്പിച്ചിട്ടില്ല, ഞാൻ അവരോട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നിർബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, അവരിൽ നിന്നും എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സമയത്ത് നിന്റെ വിഷമം കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കാനത്ത് തക്ഷിഫു അന്നിൽ ഹുമൂമ വൽ അഹ്സാൻ,
എനിക്കുണ്ടാകുന്ന വിഷമങ്ങളും മുഷിപ്പുകളൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ എനിക്കത് ഒഴിവാക്കി തരുന്ന സ്വഭാവമായിരുന്നു ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്നതെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നിങ്ങൾ നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയുടെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതെങ്ങനെയാണ് ആ മാതൃക? ഞാൻ ഒന്നും കൂടി പറയുകയാണ്. മഹദി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാകുന്ന ഇന്ന് നമ്മളെല്ലാവരും അത് പ്രതിജ്ഞ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടത്തോടുള്ള സ്നേഹം പോലെയാണ് മക്കളെ സ്നേഹിക്കുക. കാരണം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുലേക്ക് മുട്ടുന്ന ഹദീസിൽ പ്രകാരം പറയുന്നു, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയത്തു കുല്ല അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ, അഥവാ ഈ ആയത്ത് എന്താണ് പറയുന്നത്? കുല്ല അസ്അലുക്കും, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അലൈഹി ഞാൻ ചെയ്തു തന്ന ദഅവത്തിന്റെയും നിങ്ങൾക്കുള്ള തബ്ലീഗിന്റെയും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അജ്റൻ ഒരു കൂലിയെ ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ, എൻ്റെ കുടുംബത്തിന് നിങ്ങൾ സ്നേഹിക്കണം എന്നല്ലാതെ ഒരു കാര്യവും നിങ്ങൾ തരണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം ചോദിച്ചപ്പോ ഖാലൂ യാ റസൂലല്ലാഹ് മൻ ഹൗലാഇ അല്ലദീന മൻ അമറനല്ലാഹു തആല ബിമവദ്ദതിഹിം, ആരാണ് ഞങ്ങളോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ ഖുർബ എന്ന് പറയുന്ന നിങ്ങളെ കുടുംബക്കാർ ആരാണെന്ന് ചോദിച്ചപ്പോ ഖാല അലിയൻ വഫാത്തിമത്തു വബിനാഹുമാ, അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ മക്കളാകുന്ന ഹസൻ ഹുസൈന റളിയല്ലാഹു അൻഹുമായാണെന്ന് അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അഹബ്ബനി വഅഹബ്ബ ഹാദൈനി വഅബാഹുമാ വഉമ്മഹുമാ കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. മഹാനായ ഹസൻ ഹുസൈന റളിയല്ലാഹു അൻഹു തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ ഒരിക്കൽ പറയാണ്, മൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ, വഅഹബ്ബ ഹാദൈനി, ഈ രണ്ട് മക്കളെയും സ്നേഹിച്ചാൽ, വഅബാഹുമാ, അവരണ്ടാളുടെ വാപ്പനെയും സ്നേഹിച്ചാൽ, വഉമ്മഹുമാ, അവരണ്ടാളുടെ ഉമ്മയെയും സ്നേഹിച്ചാൽ, കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ, അവർ എൻ്റെ കൂടെ എൻ്റെ സ്ഥാനത്ത് ഖിയാമത്ത് നാളിൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നബി തങ്ങളുടെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന അവർ നബി തങ്ങളുടെ മക്കൾ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവിടുത്തെ പേരമക്കളാകുന്ന ഹസൻ ഹുസൈന റളിയല്ലാഹു അടക്കമുള്ള ആ കുടുംബ പാരമ്പര്യത്തിനാണ് പറയുന്നത്. വീണ്ടും നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റബ്ബു ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമാ, ഒരു ദിവസമെങ്ങാനും നിങ്ങൾ നബി തങ്ങളെ സ്നേഹം വെച്ചാൽ, ഖൈറും മിൻ ഇബാദത്തി സനാ, ഒരു കൊല്ലം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ്. വമമ്മാത അലൈഹി, ആരെങ്കിലും ആ സ്നേഹത്തിന്റെ മേൽ മരിച്ചാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. മാത്രമല്ല വഹദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു ബിയദിഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചു. എന്നിട്ട് വഖാല മൻ അറഫ ഹാദിഹി, ഈ പെൺകുട്ടിയെ ആരെങ്കിലും അറിയുമോ? ഈ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഫഖദ് അറഫഹാ, ആരെങ്കിലും ആ പെൺകുട്ടി അറിയുമെങ്കിൽ അവളെ അറിഞ്ഞവനായി. വമല്ലം യഅരിഫഹാ, ആരെങ്കിലും അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ ഫഹിയ ഫാത്തിമ, അത് ഫാത്തിമയാണ്. ആർക്കെങ്കിലും ഈ പെൺകുട്ടിയെ അറിയാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ അറിഞ്ഞവനായി.
അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലോ അറിയാത്തവരോട് ഞാൻ പറയുന്നു, ഫഹിയ ഫാത്തിമത്തു ബിൻത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് റസൂലുള്ളാഹി മുഹമ്മദ് നബിയുടെ മകളാകുന്ന ഫാത്തിമയാണ്. വഹിയ ബിദ്അത്തും മിന്നീ, അവരെന്റെ കരളിന്റെ കഷ്ണമാണ്. വഹിയ ഖൽബി, അവളെന്റെ റൂഹാണ്. വറൂഹി, എന്റെ ഖൽബാണ്. വറൂഹി, എന്റെ റൂഹുമാണ്. അല്ലത്തി ബൈന ജംബയ്യ ഫമൻ ആദാഹാ ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. അവരെ ആ ഫാത്തിമാനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവരെന്നെ ബുദ്ധിമുട്ടിച്ചവരായി. ആരെങ്കിലും എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അവനെ അല്ലാഹു ബുദ്ധിമുട്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ നോക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുമ്പോ ആ ഫാത്തിമ ബിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ചെറിയ രൂപം അത് തന്നെ നമുക്ക് മതി. വിശദീകരിക്കുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാണ്. ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടന്ന് ജീവിച്ച മഹദിയാണല്ലോ. ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ വലിയ ഇബാദത്തിന്റെ ഉടമയാണല്ലോ. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോകാനുള്ള ശുപാർശക്കുള്ള അധികാരം കൊടുത്ത മഹദിയാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അന ഉഹിബ്ബു അഹബ്ബു ഇലൈക അം ഫാത്തിമത്തു ഖാല ഹിയ അഹബ്ബു ഇലയ്യ മിൻക. നബിയെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഞാനാണോ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ, അതാ ഫാത്തിമയാണോ? ബഹുമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹിയ അഹബ്ബു ഇലയ്യ മിൻക വ അൻത അഅസ്സു അലയ്യ മിൻഹാ. സ്നേഹം കൊണ്ട് അലി, എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഫാത്തിമയാണ്, നീ എന്നിലേക്ക് ഏറ്റവും യോഗ്യനായ ആളാണ്. അതേസമയം എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് എൻ്റെ മോള് ഫാത്തിമയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോള് ഫാത്തിമ അത് സാധാരണ ഒരു ഫാത്തിമയല്ല കേട്ടോ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്ത് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഫാത്തിമ റളിയല്ലാഹുവിന്റെ ജീവിത രീതി വലിയ ചിട്ടയുള്ള ജീവിതമാണ്. എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും പതിവാക്കുന്ന മഹദിയാണ്. എല്ലാ നോമ്പുകളും നോക്കുന്നൊരു മഹദിയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കൊണ്ട് വിവാഹം അന്വേഷിക്കാൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്നിട്ട് ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാനെ ആലോചന നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് നബി തങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരിക്കലും അതിന് വെറുപ്പില്ല, സമ്മതമില്ലായ്മയില്ല. അതേ സമയത്ത് സമ്മതത്തിനാണുള്ളത്. പലതും ചോദിച്ചു, അവിടത്തോട് ചോദിച്ചു, എന്താണ് എനിക്ക് മഹറുള്ളത്, എന്റെ മഹർ എന്താണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹദി പറയുന്നു, എനിക്കതൊന്നും മഹർ പോരാ, ദുന്യവിയായ മഹറൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കൊരു കാര്യം വേണം, എന്താണെന്ന് ചോദിക്കുമ്പോ മഹാനായ നബി തങ്ങളോട് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ, നിങ്ങൾക്ക് അല്ലാഹു പരിപൂർണമാക്കി തന്നിട്ടുള്ള ശുപാർശക്കുള്ള അധികാരമില്ലേ? അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട സഹോദരിമാർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം എനിക്ക് നൽകണം, എന്നാൽ ഞാൻ അതിന് സമ്മതിച്ചു കൊള്ളാം. നോക്കൂ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ,
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ മക്കൾക്ക് ആരാണ് ബ്രോക്കർമാരായത്? നമ്മളെ മക്കൾക്ക് കല്യാണാലോചന ആരാണ് കൊണ്ടുവന്നത്? അത് ഏതോ ഒരു സാധാരണ വ്യക്തിയല്ലേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോൾക്ക് പ്രായപൂർത്തി 15 വയസ്സാകുന്ന സമയത്ത് 21 വയസ്സുള്ള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൊണ്ട് വിവാഹം ആലോചന വന്നത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, കൂടെ മലക്ക് മീകായിൽ. അവരങ്ങ് വന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവോട് കല്യാണം ആലോചിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ ഇത് പറയുന്നത്. കുറച്ച് മുമ്പ് നബി തങ്ങൾ ആലോചിച്ചപ്പോ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അതിന് പിന്മാറുകയാണ്. കാരണം ആരാണ്? റസൂലുള്ളാഹിന്റെ മോളല്ലേ. റസൂലുള്ളാഹിന്റെ മോളോട് ഞാൻ ഭാര്യയായി സ്വീകരിക്കുമ്പോ എന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ, നബി തങ്ങളോടുള്ള പൊരുത്തക്കേട് ആകുമോ എന്ന് മനസ്സിലാക്കി അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒഴിഞ്ഞു മാറി. വീണ്ടും അതാ റബ്ബിന്റെ ഓർഡർ വന്നപ്പോ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹങ്ങളെല്ലാം തീരുമാനിച്ചു. അങ്ങനെയതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറെടുത്തോ. വലിയ സമ്പത്തൊന്നും കയ്യിലില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് മകൾക്ക് കൊടുക്കാനുള്ള ഹദിയകളൊന്നും കൊടുക്കാനും കൈവശമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത് വെച്ചിട്ടും പല ആളുകൾ നൽകിയ ഹദിയകൾ സംഘടിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണ ദിവസം അതാ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലുള്ള ഷഹ്ബാഗ് എന്ന് പറയുന്ന ഒരു കുതിര, ആ കുതിരപ്പുറത്ത് നബി തങ്ങൾ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയെ കയറ്റിയിരുത്തി. എന്നിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കല്യാണം പിടിച്ചു. നബി തങ്ങൾ അതിന്റെ ബാക്കിൽ അങ്ങനെ തൊളിച്ചു കൊടുത്തു. ഫലമ്മാ കാനൂ ഫീ അസ്നാഇ ത്വരീഖി, പോകുന്ന വഴിയുടെ മധ്യത്തിൽ എത്തുമ്പോ ഇത് സമയ വജബതൻ ഫൈദാ ജിബ്രീലു അലൈഹിസ്സലാം ബിസബ്ഈന അൽഫൻ മിനൽ മലായിക. ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന സമയത്തതാ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മുമ്പിലുണ്ട്. നബി തങ്ങളെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് 70,000 മലായിക്കത്തിനോട് കൂടെയാണ്. അങ്ങനെയതാ ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങള് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മലായിക്കത്തിനോടും ചോദിക്കുകയാണ്, അഹ്ബത്തക്കും, എന്തിനാ നിങ്ങൾ വന്നത്? ഖാലു, അവര് പറയാണ്, ജിഇനാ നസുഫു ഫാത്തിമത ഇലാ സൗജിഹാ فكبر جبريل وميكائيل والملائكة فصار التكبير على العرائس من تلك الليلة سنة. അഥവാ 70,000 മലായിക്കത്തിന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഉണ്ട്. അവരതാ നബി തങ്ങൾ അവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നബിയേ, നിങ്ങളെ മോളെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകുന്ന പുതുമാരിയാണ്. അവരെ കൂടെ പോകാൻ കൂടുതൽ ആളുകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളവരെ കൂടെ പോകാൻ വന്നവരാ. അന്നത്തെ കാലത്ത് ഭാര്യയും പുതുമാരിയെ കൊണ്ടുപോകുന്നപ്പോൾ അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും എല്ലാം വരാറുണ്ട്. ഇന്നും നമ്മുടെ നാടുകളിൽ അങ്ങനെ തന്നെയാണല്ലോ. അന്ന് ആ വിവാഹത്തിന്റെ ചടങ്ങ് കഴിഞ്ഞ് പുതുമാരിയെ കൊണ്ടുപോകുമ്പോ തക്ബീർ ചൊല്ലല് സുന്നത്തുണ്ട്. ഇന്നും അങ്ങനെയൊക്കെ തന്നെ വേണ്ടത്. നമ്മൾ ബൈത്തുകളും അതുപോലെ തന്നെ മറ്റുള്ള നല്ല നല്ല മാലകളും പാടിയിട്ടാണ് പഴയ കാലങ്ങളിലൊക്കെ പോയിരുന്നത്. അന്ന് നമ്മുടെ വീടുകളിലൊക്കെ ബർക്കത്തുണ്ടായിരുന്നു. നമ്മൾക്ക് ജനിക്കുന്ന മക്കളൊക്കെ നന്നായിരുന്നു. ഇന്ന് നമ്മുടെ കല്യാണ വേളകളൊക്കെ എല്ലാം മാലിന്യമായി നിറക്കപ്പെട്ടപ്പോ, എല്ലാ നിലക്കും മോശമായപ്പോ നമ്മളെ വീടുകളിൽ സമാധാനമില്ല, സന്തോഷമില്ല, റാഹത്തില്ല.
ജനിക്കുന്ന മക്കളൊന്നും നന്നാകുന്നില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാ നബി തങ്ങളെ മകളെ കൂടെ പുതുപെണ്ണിനെ കൊണ്ടുപോകാൻ വന്നത് 70,000 മലായിക്കത്തുകളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോളെ കൊണ്ടുപോയത് അലി ഇബ്നു അബീ ത്വാലിബ് ആകുന്ന വരന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ ഏൽപ്പിച്ചു കൊടുത്തു. സന്തോഷത്തോടെ കഴിയുകയാണ്. ദാരിദ്ര്യത്തിന്റെ വീടാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ജോലികളൊക്കെ വളരെ കുറവാണ്. ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ നൂല് നെയ്തുണ്ടാക്കും. അത് കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കുള്ളത്. അങ്ങനെയാണ് കുടുംബം പോറ്റുന്നത്, കുടുംബം ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയതാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ ഒരാളെ പറഞ്ഞു വിടുകയാണ്. എന്റെ വാപ്പയോടൊന്ന് വരാൻ പറയണേ, എന്റെ വാപ്പയോടൊന്ന് വരാൻ പറയണേ. ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു വിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൂതനോട് പറഞ്ഞു, ഞാൻ വരാം. വീണ്ടും ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു വിടുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലായി എന്തോ വിഷമമുണ്ട്. പാതിരാ സമയത്ത് നബി തങ്ങൾ അതാ വീട്ടിലേക്ക് ചൊല്ലുകയാണ്, എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ. നമ്മളെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടാല് ആ വീട്ടിൽ നമുക്ക് അലക്കാനുള്ള അലക്ക് മെഷീനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടിക്കാനുള്ള പൊടിക്കാനുള്ള മെഷീനുകളൊന്നും നമ്മുടെ ആ വീട്ടിലില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കാനുള്ള മോട്ടർ ഇല്ലെങ്കിൽ, ത്വലാക്ക് മേടിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണേ. നബി തങ്ങളെ മോള് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ വിഷമത്തിന്റെ അങ്ങേ ഘട്ടത്തിലാണ്. ഒരിക്കലും അത് നബി തങ്ങൾ അറിയിക്കാറില്ല. പക്ഷേ ഒരു നിലക്കും വഴിമുട്ടിപ്പോയപ്പോ, എല്ലാ നിലക്കും വിഷമിച്ചു പോയപ്പോ പിതാവിനെന്ന് അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആളെ വിടുകയാണ്. അങ്ങനെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എന്നിട്ടതാ ഫഖാല അസ്സലാമു അലൈകി ഇബ്നതാ, മോളെ, നിനക്ക് അല്ലാഹുവിന്റെ സലാമത്ത് ഉണ്ടാവട്ടെ. കൈഫ അസ്ബഅത, എങ്ങനെയുണ്ട് മോളെ അവസ്ഥകളൊക്കെ? ഫഖാലത്ത് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി അസ്ബഅതു വജഅതു ഖദ് അളറനി. നബിയേ, ഉപ്പാ, വല്ലാത്തൊരു വിഷമമാണ്, എന്നെ വല്ലാതെ ഖദ് അളറനിൽ ജൂ, വല്ലാതെ വിശപ്പെന്നെ ബുദ്ധിമുട്ടിച്ചു ഉപ്പാ. ഇത് കേട്ടപ്പോ നബി തങ്ങളും കരയുകയാണ്. അങ്ങനെ കരഞ്ഞപ്പോ നബി തങ്ങൾ ഞാൻ 3 ദിവസമായിട്ട് ഇന്ന് വരെ ഭക്ഷണമൊന്ന് രുചി നോക്കിയിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഫാത്തിമ. ഇന്നെക്കാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അടിമ ഞാനല്ലേ, എന്നിട്ട് ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. തന്റെ വിശപ്പിന്റെ കാഠിന്യം തന്റെ മോള് തന്റെ പിതാവിനോടൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ പിതാവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന മറുപടി എന്താ?
മാത്രമല്ല നബി തങ്ങൾ വരുമ്പോഴേക്ക് ഓടി വരുന്ന പേരമക്കള് അവിടത്തെ ഏറ്റവും ഇഷ്ടം വെച്ച ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവിടെ കാണുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ കിടക്കുന്ന വിരിപ്പിൽ തന്നെ കിടന്ന് മക്കൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീബി ഫാത്തിമയോട് ചോദിച്ചു, മോളെ എന്താ എന്റെ പൊന്നുമക്കൾ എന്നെ കണ്ടിട്ട് വരാത്തത്? എന്താ അവരെന്നോട് പിണങ്ങിപ്പോയോ? ഉപ്പാ ജദ്ദി എന്ന് വിളിച്ചോടി വരുന്ന സ്വഭാവമാണ്. നമ്മളെയും പേരമക്കൾ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മൾ ഉപ്പപ്പ എന്ന് വിളിക്കുന്ന വല്ലുപ്പ എന്ന് വിളിക്കുന്ന പല രൂപങ്ങളാണെങ്കിലും അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും വലിയ സ്നേഹമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരമക്കളാണല്ലോ. ലോകത്തുള്ള പേരമക്കളിൽ വെച്ച് ഏറ്റവും പ്രമുഖരായവർ ആ രണ്ട് പേരമക്കളും നബി തങ്ങൾ വന്നപ്പോ നബി തങ്ങളിലേക്ക് വരാത്തത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ എന്നോട് എന്റെ മക്കൾക്ക് ദേഷ്യം വന്നോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഉപ്പാ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്റെ മക്കൾക്ക് അവിടെ നിന്ന് എണീറ്റ് വരാൻ കഴിയാത്തത് കൊണ്ടാണ് വാപ്പാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരമക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എണീറ്റ് വരാൻ പോലും കഴിയാതെ വിഷമിച്ച് കിടക്കുകയാണ്. ഇതാണ് അഹ്ലുൽ ബൈത്തിന്റെ അവസ്ഥയെങ്കിൽ മഹാനാ നബി തങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വലൗ സഅൽതുല്ലാഹ ലഅത്അമനി വലാകിൻ ആസർതുൽ ആഖിറത അലദ്ദുനിയാ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ്? എൻ്റെ എല്ലാ പിതാക്കളും അത് മനസ്സിലാക്കണം, എൻ്റെ എല്ലാ ഉമ്മമാരും അത് മനസ്സിലാക്കണം. മക്കളെ വിവാഹം കഴിച്ച് ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വീട്ടിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും വന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചൊല്ലുമ്പോൾ മകളുടെ ബുദ്ധിമുട്ട് കാണുമ്പോഴേക്ക് എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് വഴക്കടിച്ചുകൊണ്ട് വിവാഹമോചനം നടത്തുന്ന എത്രയോ കുടുംബങ്ങളില്ലേ? നിങ്ങൾ ശരിക്ക് പഠിക്കണം, നബി തങ്ങളെ പറ്റി പഠിക്കണം. നബി തങ്ങളെ മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കണം. നമ്മൾ വിവാഹം ചെയ്തു കൊടുത്താൽ ആ മോള് അവരുടെ വീട്ടിലുള്ള ജോലി ചെയ്യുന്നത് കണ്ട് വിഷമിക്കാൻ പാടില്ല. അവളോട് നല്ലത് ഉപദേശിച്ചു കൊടുക്കണം. അതല്ലേ റസൂലുള്ള കാണിച്ചത്? മോളെ, ഞാനല്ലേ റബ്ബിലേക്ക് ഏറ്റവും അടുത്തവൻ. ഞാൻ ഇന്നേക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. എന്നിട്ടല്ലേ മോളെ നിങ്ങള് ഞാനെങ്ങാനും എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ റബ്ബെനിക്ക് തരുമല്ലോ. പക്ഷേ ഞാനത് ചോദിക്കുന്നില്ല. വലാകിൻ ആസർതുൽ ആഖിറത അലദ്ദുനിയാ. ഞാൻ ദുനിയാവിനേക്കാൾ തെരഞ്ഞെടുത്തത് ആഖിറമാണ്. ആഖിറത്തിൽ നമുക്ക് സുഖമുണ്ടല്ലോ, ആഖിറത്തിൽ നമുക്ക് രക്ഷയുണ്ടല്ലോ, ആഖിറത്തിൽ പടച്ചുറപ്പ് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗമുണ്ടല്ലോ. ദുനിയാവിലുള്ള പ്രയാസങ്ങളൊക്കെ ചെറുതാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ദറബ ബിയദിഹി അലാ മൻകിബിഹാ. എന്നിട്ട് വാപ്പയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മോളുടെ ചുമലത്ത് കൈകൊണ്ടൊന്നങ്ങട്ടടിച്ചു. എന്നിട്ട് വക്കാല നബി തങ്ങൾ പറഞ്ഞ ബിശ്രീ ഫവല്ലാഹി ലഖദ് സവ്വജ്തുക സയ്യിദ ബിദ്ദുനിയാ വൽ ആഖിറ ഫഖ്നഈ ബിബിനി അമ്മിക ഫഇന്നകി സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്നാ. മോളെ, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നത് മനുഷ്യരുടെ സ്വർഗത്തിനും ആഖിറത്തിനും ദുനിയാവിനുമുള്ളൊരു നേതാവിനെ കൊണ്ടാണ്.
നേതാവിനാണ് നിന്നെ ഞാൻ വിവാഹം ചെയ്തു തന്നത്. അതുകൊണ്ട് നിന്റെ എളാപ്പാന്റെ മോനാകുന്ന അലിയിനെ കൊണ്ട് നീ ഇഷ്ടപ്പെടണം. അവന്റെ വക്കൽ നിന്ന് കിട്ടുന്നത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടണം. നിങ്ങളോ സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളെ നേതാവാൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാനെ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നല്ലൊരു വനിതയായി ജീവിച്ച മഹദിയാണ്. അവിടുത്തെ ശരീരപ്രകൃതികളോ അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഒരാളും കണ്ടിട്ടില്ല. നല്ല സൂക്ഷ്മതയുള്ളൊരു വനിതയായിരുന്നു. എത്രത്തോളം മഹദി അവരുകൾ വഫാത്താകുന്നതിന്റെ മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണ് നബി തങ്ങൾ വഫാത്തായത്. അതിനുശേഷം റമളാനിലാണ് ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അങ്ങനെ വഫാത്താകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ സ്വപ്നത്തിലൂടെ വന്ന് മകളെ വിളിച്ചു പറയുന്നു, മോളെ നീ ഒരു യാത്രക്ക് തയ്യാറാകണം. ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ എല്ലാം വൃത്തിയാക്കി, വീടുകളൊക്കെ വൃത്തിയാക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചിട്ട പോലെയാക്കി. തന്റെ മക്കളാകുന്ന ഹസൻ ഹുസൈന റളിയല്ലാഹു അൻഹുമ തങ്ങളെയൊക്കെ കുളിപ്പിച്ച് ഉപദേശങ്ങളൊക്കെ നൽകി. തന്റെ ഭർത്താവാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടും ഉപദേശങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ വീടിന്റെ ഉള്ളിൽ പണിയിലാണ്. മക്കളോട് നല്ല കുശലം പറയുന്നുണ്ട്, വീട് ജോലികൾ ചെയ്യുന്നുണ്ട്. അന്നെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരുമ്പോ അതുപോലുള്ളൊരു സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമ എന്ത് പറ്റി ഇന്ന്, എന്ത് പറ്റി മോളെ നിനക്കിന്ന്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനൊരു യാത്ര പോകുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു, എപ്പോഴാ തിരിച്ചു വരിക? ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ അവിടെന്ന് പറയാണ്, ഖിയാമത്ത് നാളിന് ശേഷം മഹ്ശറിലേക്ക് വരുമ്പോ നമുക്കൊന്നൊന്നിച്ച് കാണാം. ഇത് പറഞ്ഞപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബിന് മനസ്സിലായത്. സങ്കടത്തോടെ ചോദിക്കും, എന്താണ് ഫാത്തിമ ഈ പറയുന്നത്? അപ്പോഴാണ് വിഷയങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്. എന്റെ ഉപ്പ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് ചെല്ലാൻ, എന്നോട് നിങ്ങളോടൊക്കെ വസിയത്ത് ചെയ്യാൻ, മക്കളോടൊക്കെ ഉപദേശം ചെയ്യാൻ, വീടൊക്കെ വൃത്തിയാക്കി വെക്കാൻ, എന്നോട് കുളിച്ച് കിബിലക്ക് തിരിഞ്ഞു കിടക്കാൻ എന്നെല്ലാം പറഞ്ഞ വസിയത്തുമായി അലി ഇബ്നു അബീ ത്വാലിബിനോട് പറയാണ്, പ്രിയപ്പെട്ട അലി, നിങ്ങൾ എന്റെ ഭർത്താവാൻ. നിങ്ങളുടെ കൂടെ ഞാൻ താമസിച്ച കാലയളവില് എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് മാപ്പ് തരണേ അലി. ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോകുകയാണ്. നിങ്ങളും ശേഷം എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് എന്റെ ഉപ്പ നിങ്ങളോട് എന്നെ പറ്റി ചോദിക്കുമ്പോ എന്നെ പറ്റി ആക്ഷേപങ്ങളൊന്നും എന്റെ വാപ്പയോട് പറയല്ല അലി എന്നിങ്ങനെ കുറെ ഉപദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തില് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്
ഒരു ഉപദേശം കൊടുക്കുന്നു. എന്റെ മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, നിസ്കരിക്കാൻ പുറത്തേക്ക് വെക്കുമ്പോ എന്റെ കഫംപുട കൊണ്ട് പൊതിഞ്ഞെന്റെ ശരീരത്തിനെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലിനെ പരിപൂർണമായി വസ്ത്രം കൊണ്ട് മൂടണേ. എന്റെ ശരീര പ്രകൃതികൾ ഒരാളും കാണരുതേ. ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയുടെ ശരീരം ഒരാളും കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ആ ശരീര പ്രകൃതി പോലും കണ്ടിട്ടില്ല. അതാണല്ലോ ഉമ്മമാരെ നമ്മളും ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകളുടെ ശരീരം മറക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ശരീരത്തിന്റെ വണ്ണങ്ങളും എടുപ്പുകളും പുറത്ത് കാണുന്നത് പോലത്തെ രൂപത്തിലുള്ള ഫിറ്റായ ഡ്രസ്സ് ധരിക്കലും ഹറാമാണ്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഫർദ മോഡൽ വന്നിട്ടുണ്ടെങ്കിലും ശരീരത്തിന്റെ ലഹ്മ്, ശരീരത്തിന്റെ വണ്ണം കാണുന്ന രൂപത്തിലാണ്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ദർശിക്കാൻ പറ്റുന്ന ശൈലിയിലാണ്, ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന വസ്ത്രമാണ്. ഇത് ഹറാമാണ് മോളെ. ഇത് നിങ്ങൾ ധരിച്ചാൽ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാക്ക് മഹർ കിട്ടിയിട്ടുള്ള, നിങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മഹർ അത് നിങ്ങൾക്ക് കിട്ടൂല. അത് നിങ്ങൾക്ക് അല്ലാഹു തരൂല. അതുകൊണ്ട് ലോകം ഓടുന്നതിന്റെ പിന്നിൽ നമ്മൾ ഓടണ്ട. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഫാഷന്റെ പിന്നാലെ നമ്മൾ പോകണ്ട. ഇനിയും നമ്മൾ പോയാൽ വലിയ വലിയ മുസീബത്ത് വരും കേട്ടോ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന മുസീബത്ത് കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ആര് തന്നെ മരിച്ചാലും അവിടെ എത്താൻ പറ്റൂല. ആ മയ്യത്തിനൊരു നോക്ക് കാണാൻ പറ്റൂല. മയ്യത്തിന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റൂല. ഉടയവനെയോ ഉടപ്പെട്ടവനെയോ സന്ദർശിക്കാൻ പറ്റൂല. ഇത് വലിയൊരു പരീക്ഷണമല്ലേ? ഇനിയും നമുക്ക് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് വരുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെ കാരണങ്ങളെ കൊണ്ടാണ് പടച്ച റബ്ബ് പരീക്ഷണങ്ങൾ നൽകുക. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണേ. മടങ്ങാനുള്ളൊരു സൗകര്യമോ സാഹചര്യമാണ് ഈ മാസം. ചെയ്യുന്ന തെറ്റുകളിൽ നിന്നൊക്കെ മടങ്ങണേ. നിങ്ങൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അന്യപുരുഷന്മാരെ മുമ്പിൽ നിങ്ങളെ ശരീരം മുഴുവനും ഔറത്താണ്, മുഖവും ഔറത്താണ്, കൈയും ഔറത്താണ്, എല്ലാം ഔറത്താണ്. കണ്ടില്ലേ റബ്ബിന്റെ ഒരു പരീക്ഷണം? മുഖം മറക്കാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. മുഖം മറക്കുന്നതിനെ പരിഹസിക്കുന്ന ആളുകൾ വരെ മുഖം മറച്ചേ പുറത്തിറങ്ങാവൂ എന്ന് പറയേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് കളിച്ചാൽ ഒരാളും വിജയിക്കൂല. അതുകൊണ്ട് നമ്മളും വിജയിക്കൂല. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ഔറത്ത് മറച്ച് നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹായുടെ ജനാസ വീട്ടിൽ നിന്നെടുക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഉപദേശിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം, രൂപം കാണുന്ന രൂപത്തിൽ മറ്റൊരാളെ കാണാൻ പറ്റൂല. അതുകൊണ്ട് ആ സ്ത്രീകളുടെ മയ്യിത്താണോ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആ ടച്ചറിൽ മാത്രം കടത്തിയിട്ട് നമ്മളെ മുമ്പിൽ വെക്കാൻ പറ്റൂല. അതിനെ മൂടിക്കൊണ്ട് കടത്തണം എന്നാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഫാത്തിമയാണ് നമ്മുടെ വഴികാട്ടിയായ പെണ്ണ്. ആ ഫാത്തിമയാണ് നമ്മൾക്ക് മാതൃകയായിട്ടുള്ള ഉമ്മ. ആ ഫാത്തിമയാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. നമ്മളെ വീടുകളിലും ഭർത്താക്കന്മാരോടും മക്കളോടുമുള്ള പെരുമാറ്റം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാന്റെ സ്വഭാവമാകണം. ഫാത്തിമ റളിയല്ലാഹുവിന്റെ മരണ ദിവസമാകുന്ന ഈ ദിവസത്തിൽ അവിടുത്തെ അല്പം മദ്ഹ് ഞങ്ങൾക്ക് പറയാനും കേൾക്കാനും നീ തൗഫീഖ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാര്, സഹോദരിമാര്, ഭാര്യമാര്, ആയിരക്കണക്കിന് ഞങ്ങളെ സ്വലാത്ത് ഫാമിലുള്ള കൊച്ചിയിലും
മറ്റു നാടുകളിലും ഈ ഞങ്ങളെ ചെമ്മലശ്ശേരി മഹല്ലത്തിലുള്ള സ്വലാത്ത് കുടുംബത്തിലുള്ള ഉമ്മമാര്, ഞങ്ങളെ മഹല്ലത്തിലുള്ള എല്ലാ ഉമ്മമാര്, സഹോദരിമാര്, ഞങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദുമാർക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകിത്തരുന്ന ഉമ്മമാര്, അവർക്കൊക്കെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോടെ സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി തരണം അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ഞങ്ങൾ തുടങ്ങുന്ന ക്ലാസിന്റെ തുടക്കമാണ് ഇന്ന്. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ക്ലാസ് റമദാനിന്റെ അവസാനം വരെ മുടങ്ങാതെ നടത്താനും അതിൽ പങ്കാളികളാകാനും ഞങ്ങൾക്ക് മുഴുവനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ മഹല്ലത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവിടെ ഖബറിലേക്കൊക്കെ ഇതിന്റെ സവാബെത്തിക്കണേ അല്ലാഹ്. എല്ലാ വർഷങ്ങളും ഞങ്ങളെ ഖബർസ്ഥാനിൽ കടക്കുന്ന കുടുംബങ്ങള് പള്ളിയിൽ നടക്കുന്ന തറാവീഹ് ദിക്റുകൾ സ്വലാത്തുകൾ കേട്ടാസ്വദിക്കാറുണ്ട്. ഞങ്ങളെ പള്ളികളൊക്കെ മുടങ്ങിക്കിടക്കുകയാണല്ല റബ്ബേ, അവരൊക്കെ നിരാശരാണല്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ ഈ പള്ളിയിൽ വെച്ച് പറയുന്ന ഈ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ ഖബറൊന്ന് വിശാലമാക്കണേ അല്ലാഹ്. ഒരു സുഹൃത്തുന്ന് കൊച്ചിയിൽ നിന്ന് വിളിച്ചു, സഹോദരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സഹോദരന്റെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് ലോക മുസ്ലിം എന്ന് മരിച്ചവിടെ ഖബറുകളൊക്കെ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും 11 to 12 മണി വരെ ക്ലാസ് ഉണ്ടാവും. എല്ലാവരെയും ഇതിലെ ശ്രോതാക്കളാക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലിയർ അല്ലേ?